അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് HSI ഫിസിക്കൽ സയൻസ് 2018 ഫിസിക്സിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ചെമ്പ് കമ്പിയുടെ പ്രതിരോധം റെസിസ്റ്റൻസ് 10 ഓം ആണെങ്കിൽ അതിന്റെ നീളം 2 ഇരട്ടി ആക്കുമ്പോൾ പുതിയ പ്രതിരോധം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ R is equal to റെസിസ്റ്റിവിറ്റി ഇൻറ്റു L/A ആണെന്ന് നമുക്ക് എല്ലാ ആളുകൾക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. എന്താണ് റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധ ഘനത, അങ്ങനെ ഒരു കട്ടിയുള്ള ഒരു വാക്കാണെന്ത് നമ്മുടെ റെസിസ്റ്റിവിറ്റി, അതൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ റെസിസ്റ്റിവിറ്റി ഇൻറ്റു L/A, L നമുക്കറിയാം ലെങ്ത് അല്ലെങ്കിൽ നീളം, ഡിവൈഡഡ് ബൈ ഏരിയ. ഏതാണ് ആ ഏരിയ? എത്രയാണ് ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ? നമ്മൾ വയറിന്റെ കാണേണ്ടത് R' ആണ്. പുതിയ ഉണ്ടാക്കിയെടുത്ത ആളുടെ റെസിസ്റ്റൻസ് എത്രയെന്നാണ് കാണേണ്ടത്. റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ എന്താണ്? ചേഞ്ച് ആവില്ല. ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തില്ല? ചേഞ്ച് ഇല്ല, അത് കോൺസ്റ്റന്റ് ആണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്തോ. ദെൻ നെക്സ്റ്റ് L എന്താവാണ് പറഞ്ഞിട്ടുള്ളത്? അതിന്റെ ലെങ്ത് 2 ഇരട്ടിയാവാണ്, 2 ഇൻറ്റു L ആവുകയാണ്, ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ. ഏരിയയിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ? ഒരു ചേഞ്ചും വരുന്നില്ല അല്ലെ? അതിന്റെ ഏരിയയിൽ ഒരു ചേഞ്ചും വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ന്യൂ ഇക്വേഷൻ ബികം എന്താവും? 2 ഇൻറ്റു റെസിസ്റ്റിവിറ്റി ഇൻറ്റു L/A എന്നാവും. ഇതെന്താണ് മക്കളെ? 2R അല്ലേ? നമ്മളെ പുതിയ 2R അല്ലേ? എന്താണ് R? നമുക്ക് ഓൾറെഡി അറിയാം, 10 ഓം ആണ്. എങ്കിൽ നമ്മളെ ന്യൂ റെസിസ്റ്റൻസ് R ഡാഷ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 2 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 20 ഓം. ആൻസർ എന്താണ്? 20 ഓം ആണ്. ഇതിനെ ഈ രീതിയിൽ എന്ത് ചെയ്യുക? അപ്രോച്ച് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരൊറ്റ ഇക്വേഷൻ മാത്രം മതി. ഈ ഒറ്റ ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് ഉടനെ കാണാം.